ഒരെന്നാലും ഇല്ല. അതുങ്ങൾ രണ്ടും ഇങ്ങനെ പോയ എന്റെ കഞ്ഞിയിലാ പാറ്റ വീഴുന്നു. ഏട്ടൻ കഞ്ഞിയല്ലടി, ഏട്ടൻ എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഏട്ടൻ കഞ്ഞിയെ കുടിക്കാറൊന്നും ചോദിച്ചതല്ലേ? ഞാനിവിടെ വന്നിട്ട് ഏട്ടൻ ഇതുവരെ കഞ്ഞി കുടിക്കുന്നത് കണ്ടിട്ടില്ല. അതാ ചോദിച്ചു. അതിനെന്തിനാ ഇങ്ങനെ ചൂടാവുന്നു? വാവേ, നീ നിന്റെ ജിമിനേട്ടനെ പോലെ ആവരുത് കേട്ടല്ലോ. ആവശ്യമില്ലാത്തതിനൊക്കെ ഭയങ്കര ബുദ്ധിയാ, എന്നാ ആവശ്യമുള്ളതിനോ ഓ ഒന്നുമില്ല എന്റെ കൊച്ചേ. ഇതേ സമയമായി തുടങ്ങി. എന്റെ കഞ്ഞി പോയി റെഡി ആയിക്കാം. ഓ സോറി പൊന്നെ, ടങ്ക് സ്ലിപ്പായി. ഇല്ലായിരുന്നെങ്കി എന്റെ മുയൽ എന്ത് ചെയ്തേനെ? ഡീ, എല്ലാവരും എന്നെ ടൈഗർ എന്നാ വിളിക്കാറ്. ആദ്യം അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവട്ടെ, എന്നിട്ട് നിന്നെ ഞാൻ എടുത്തോളാം. ഓ ഈ കുഴിപ്പ്, ഞാൻ എല്ലാം മറന്നിരിക്കായിരുന്നു. ഓടി ഷവി. എന്റെ മാതാവേ, ഞാൻ എന്തായി കാണുന്നത്? ഇയാൾ ഈ ബ്ലാക്ക് ഇട്ടിറങ്ങി ഏത് പെമ്പിള്ളേരെ കാണിക്കാൻ പോവുക? ഹായ് ബ്ലാക്ക്. എന്റെ ചിക്കു, നീ എന്റെ മനസ്സ് വായിച്ചൂലോ. ഒന്നടങ്ങ്, കണ്ടിട്ട് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. ഈശ്വരാ, ഇവളാ മറ്റവന്റെ അടുത്തേക്കാണോ ഇങ്ങനെ പോകുന്നത്? ഇവള് എന്റെ കൈക്ക് പണി ഉണ്ടാക്കും. എന്താണ് ഒരു വായ നോട്ടൊക്കെ? വായ മാത്രല്ല, എന്താണ് ഈ മനുഷ്യനെ പേടിപ്പിക്കുന്നത്? ഉപദേശിക്കാനെന്ന് വിചാരിക്കരുത്, കുറച്ച് പരിസരബോധമുള്ളതൊക്കെ നല്ലതാ. എന്റെ പൊന്നു ചേച്ചി, ഇങ്ങനെ നിന്ന് അവന്റെ ചോര ഊറ്റാതെ. ഒന്ന് നീ അവനെ നോക്കടാ. എന്റെ കിച്ചണിനെ കാണാൻ എന്ത് ഭംഗിയാണ്. എന്റെ ഏട്ടനല്ലേ, അത്രയ്ക്കങ്ങ് മോശാകുമോ? ആ, എന്റെ അത്ര ഇല്ലെങ്കിലും അവനെ കാണാൻ തരക്കേടില്ല. ചേച്ചി, വേൾഡിലെ തന്നെ ദ മോസ്റ്റ് ഹാൻസം മാനായ എന്നെയാണ് ചേച്ചി അപമാനിക്കുന്നത്. ഈ മോസ്റ്റ് ഹാൻസം മാൻ പോയി ഒന്ന് കണ്ണാടി നോക്ക്, എന്നിട്ട് നീ നിന്റെ ചേട്ടനെ ഒന്ന് വന്ന് നോക്ക്. അവനും അവന്റെ ഒരു ഹാൻസം. തുടങ്ങുമ്പോൾ തന്റെ കഥയായിരുന്നു. ആ ഇപ്പൊ നോക്കിക്കേ, എവിടെയാ എഡിറ്റർ കം ഓത്തർ? എന്തേച്ചി? ചേച്ചി പറഞ്ഞോ, ഞാൻ കേക്കുന്നുണ്ട്. നീ കണ്ടോടാ, ഞങ്ങൾ തമ്മിലുള്ള മനപ്പൊരുത്തം കണ്ടില്ലേ? ബ്ലാക്കും ബ്ലാക്കും. നിങ്ങളുടെ മനപ്പൊരുത്തം എനിക്കറിയാവുന്ന പോലെ വേറെ ആർക്കറിയ ചേച്ചി? ഓ, ഇവിടെ ഉണ്ടായിരുന്നോ തമ്പുരാട്ടി? ഇതെന്ത് കോലാടി? ആരെ പഠിപ്പിക്കാനാ നീ ഇങ്ങനെ ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്നത്? പെണ്ണ് കൺട്രോള് കളയാൻ ഇതിനെ കൊണ്ട് അങ്ങോട്ട് പോണല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ഞാൻ പറഞ്ഞാ മതിയോ? കുറച്ചു നേരമായി രണ്ടും കൂടി എന്റെ മുന്നിൽ കിടന്നിങ്ങനെ. ഒരിത്തിരി പരിസരബോധമൊക്കെ ആവാം. എന്താടി നീ ഇങ്ങനെ വല്ലാത്തൊരു നോട്ടം നോക്കുന്നത്? ഒന്നുമില്ലേ, ഞാൻ പോണു. ഇവളിതെന്താ ഇങ്ങനെ? അത് പിന്നെ ചേച്ചി, വായ നോക്കി കഴിഞ്ഞെങ്കിൽ നമുക്ക് പോവാം. നിന്റെ ചേച്ചിനെ കാണാൻ എന്ത് ഭംഗിയാടി. എല്ലാരും എന്താ ഇങ്ങനെ? അതെന്താ വാവേ നീ അങ്ങനെ ചോദിച്ചു? ഏട്ടൻ ഇത്രയ്ക്ക് പൊട്ടനാണോ? വാവേ, ഓ എന്റെ പൊന്നേട്ടാ, ചേച്ചി ഇതാ ചെക്കനെ കാണാൻ വേണ്ടി എങ്ങനെ ഒരുങ്ങി ഇറങ്ങിയിരിക്കണ. ഇതൊന്നും ആലോചിക്കാനുള്ള ബുദ്ധി ഇല്ല ഏട്ടന്. എന്നിട്ട് ഇവിടെ നിന്ന് വായ നോക്കുക. മിണ്ടാതെ കയറിപ്പോയി മാറ്റിട്ട് പാടി അവൾ ഒരുങ്ങിക്കെട്ടി ഇറങ്ങിക്കുക. പോകുമ്പോ ആ ശവത്തിനെയും കൂടി കൂട്ടിക്കണം.
രണ്ടും കൂടി പോയി മര്യാദയ്ക്ക് റെഡിയായി വന്നു. ആ എല്ലാരും റെഡിയായോ? ഇല്ല മാമ, ദേ ഇവൾമാര് റെഡിയായിട്ടില്ല. പിന്നെ അവര് റെഡിയാവാതെയാണ് ഇങ്ങനെ നിക്കുന്നത്. കാണാനൊരു മനയില്ല അമ്മ, മര്യാദയ്ക്ക് പോയി ഒരുങ്ങി വരട്ടെ. കിച്ചേട്ടാ സത്യം പറ, ഞങ്ങളെ കാണാൻ ഒരു ഭംഗിയില്ലേ? ഓ എന്റെ പെണ്ണ്. ആ എല്ലാരും കഴിഞ്ഞെങ്കിൽ വാ, നമുക്ക് പോവാം. ആ, അങ്ങനെ എത്തി. മോളെ ഹോബി, എന്താ മമ്മി? നീ ഇന്ന് വാ, അവരൊക്കെ അവിടെ നമ്മളെ കാത്തു നിൽക്കാവും. ആദ്യം പോയി ബർത്ത്ഡേ ബോയിനെ കാണാം. വാ, ഇവിടെ വന്നത് എന്തിനാന്ന് പറഞ്ഞോ? ആ എല്ലാരും നടക്ക്. വിയേട്ടാ, എന്താടി? പ്ലാൻ ബി. നമുക്ക് പ്ലാൻ ബി മതി. ഇപ്പൊ വേണ്ട. അതെന്താ? എല്ലാ പ്ലാനും ചക്ക കുഴയുന്ന പോലെ കുഴയും. മനസ്സിലായില്ല. എടീ, ഇപ്പൊ അവരുടെ പ്ലാൻ അനുസരിച്ചാ കാര്യങ്ങൾ നീങ്ങുന്നു. ഇനി നമ്മളും ഇതിൽ ഇടപെട്ടാ ഇവിടെ പലതും നടക്കും. പക്ഷേ ഏട്ടാ, നീ ഒന്ന് ഓർത്തു നോക്ക് കുക്കി. അവർ രണ്ടുപേരും ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാ തെറ്റിദ്ധാരണയും തീരും. ഇങ്ങനൊന്നും അല്ലല്ലോ ഏട്ടൻ പറഞ്ഞിരുന്നു. ഞാനൊന്ന് ആലോചിച്ചപ്പോ ഇതാ നല്ലതെന്ന് തോന്നി. അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ചു നോക്ക്. അതൊക്കെ ശരിയാ, പക്ഷെ ആ രണ്ടും ഒന്നുമില്ല, നീ ഇങ്ങ് വാ. ഇനി നമുക്ക് കുറച്ച് റിയൽ ലൈഫ് ഡ്രാമ കാണാം. അതിന് നമ്മളിവിടെ ഡ്രാമ കാണാൻ വന്നതാ. ഈ ജന്മം ഞാൻ സന്യാസിയാവോ? ഇതിനൊന്നും ബുദ്ധി വെച്ച് കെട്ടാന്ന് വെച്ചാ അത് നടക്കില്ല എന്ന് തോന്നുന്നു. വിയേട്ടാ, അവിടെ പോവാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ പോയി കഴിച്ചിട്ട് വരാം. ഹലോ ബേബി ഗേൾ.